ഇപ്പോൾ എല്ലാ ഭക്തർക്കും അറിയുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ശാസ്താവിനെ അറിയാനായിരിക്കും. ആരാണ് ശാസ്താവ്? ഈ ശാസ്താവ് തന്നെയാണോ ശാസ്തൻ? ആ ശാസ്തൻ തന്നെയാണോ ചാത്തൻ? ആ ചാത്തൻ തന്നെയാണോ ചെകുത്താൻ? ഇതാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. ആ ശാസ്താവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ശാസ്താവ് എന്താണെന്ന് അറിയാം. ശാസ്താവ് എന്ന് പറഞ്ഞാൽ അറിവാണ്. ശാസ്ത്രത്തെയാണ്, ശ്രീധർമ്മശാസ്ത്രത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ അറിവായിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പീഠത്തിലാണ് അവിടെ ആ ശബരിപീഠം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിപീഠത്തിലിരിക്കുന്നത് ലോകമാതാവായിരിക്കുന്ന പാർവതിയാണ്. ആ മാളികപ്പുറത്തമ്മായി എന്ന് പറയുന്നത് മീനാക്ഷിയാണ്. ആ മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പാർവതിയാണ്. ആ പാർവതി എന്താണ്? അത് പരിശുദ്ധമായിരിക്കുന്ന ശ്രീപാർവതി എന്ന് പറയുന്നത് ജലമാണ്. ആ ജലം ജീവനാണ്. ആ ജീവൻ നമ്മളാണ്. ഇതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ആ ജലത്തിൻ്റെ മായയായിരിക്കുന്ന ജീവനാണ് നമ്മൾ. നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാകുന്നു. നമ്മൾ രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മറയുന്നതുമാകുന്നു. ശ്രീപാർവതിയായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ആ ജലം നമ്മുടെ വീടിൻ്റെ മാളികപ്പുറങ്ങളിൽ എത്തണമെങ്കിൽ ഈ ശ്രീപാർവതി മാളികപ്പുറത്തമ്മയായി ശബരിപീഠത്തിൽ പ്രതിഷ്ഠിതമാകണം. അങ്ങനെ പ്രതിഷ്ഠിതമാകണമെങ്കിലോ അതിന് അറിവിനാൽ അതിനെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ആ അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ശ്രീധർമ്മശാസ്ത്രം. ജീവലോകത്തെ മുഴുവൻ 33 കോടി ചരാചരങ്ങളെയും നയിക്കുവാൻ ശേഷിയുള്ള മനുഷ്യന് വേണ്ട ധർമ്മ വ്യവസ്ഥയാണ് ശ്രീധർമ്മശാസ്ത്രത്തിലൂടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ധർമ്മശാസ്ത്രത്തിലാണ് അവിടെ പാർവതിയെ പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ദിവ്യ ദ്രാവിഡ ദേശത്തിൻ്റെ പീഠമായിട്ട് ശബരിപീഠം അവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറഞ്ഞാൽ ശ്രീധർമ്മശാസ്ത്രമാണ്. എങ്ങനെയാണ് ശ്രീധർമ്മശാസ്ത്രം ജനിക്കുന്നത്? അറിവാണ് ശാസ്ത്രം. ആ അറിവായിരിക്കുന്ന ശാസ്ത്രം എങ്ങനെയാണ് ജനിക്കുന്നത്? ശാസ്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിവെന്ന് മാത്രമാണ് അർത്ഥം. അറിവ് എന്ന് മാത്രമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം. ശാസ്താവ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. ആ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. നമ്മൾ മനുഷ്യൻ 33 കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുവാൻ ശേഷിയുള്ള, സംരക്ഷിക്കുവാൻ ശേഷിയുള്ള, നാരത്തെ ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ ഈ ശ്രീധർമ്മശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത്. ആ നാരത്തിൻ്റെ അയനം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്നത്. അമ്മേ നാരായണ, അമ്മയുടെ രൂപത്തിൽ നാരം അയനം ചെയ്യണം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ലക്ഷ്മിയുടെ ജന്തുലോകമായിരിക്കുന്ന ഈ ജീവലോകത്തിൻ്റെ രൂപത്തിൽ നാരം അയനം ചെയ്യണം. ഭദ്രേ നാരായണ, ഭദ്രമായിരിക്കുന്ന രൂപത്തിൽ ഈ ദ്രവ്യമായിരിക്കുന്ന ജലം അയനം ചെയ്യണം. എങ്കിൽ മാത്രമാണ് ദിവ്യ ദ്രാവിഡ ദേശം സാധ്യമാവുള്ളൂ. പഞ്ചദ്രാവിഡ ദേശത്തിൻ്റെയും പീഠമാണ് ശബരിപീഠം. അപ്പോൾ ആ ശബരിപീഠത്തിൽ ഈ ജലത്തെ അയനം ചെയ്യിപ്പിച്ച് ഈ ജീവസ്വരത്തെ ജനിപ്പിക്കുന്ന, ശബ്ദത്തെ ജനിപ്പിക്കുന്ന പീഠമായിട്ട് ബദ്രീനാഥനായിരിക്കുന്ന ഈ സസ്യപ്രകൃതിയെ കൊണ്ട് മഴയെ പെയ്യ്ക്കുന്ന ഇരുവശവും, പശ്ചിമഘട്ടത്തിൻ്റെ ഇരുവശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി. ശിവൻ ആരാണെന്നറിയുമ്പോഴാണ് ഏറ്റവും വലിയ രസം. ശിവൻ ഈ ഭൂമിയാണ്, ഈ മണ്ണാണ്, ചന്ദ്രനാഥനായിരിക്കുന്ന ഈ ഭൂമിയാണ്. 7 കരയും 7 കടലുമുള്ള അർദ്ധനാരീശ്വരനാണ് ശിവൻ. ജീവനെ ആഭരണമായി അടയാളമായി അണിഞ്ഞിരിക്കുന്ന നാഗഭൂഷണനാണ് ശിവൻ. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങളിൽ ശയിക്കുന്നവൻ. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവൻ. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നവൻ. അപ്പം നാഗമെന്ന് പറഞ്ഞാൽ സർവ്വജീവൻ്റെയും പ്രതിനിധിയാണ്. അങ്ങനെയുള്ള സർവ്വജീവലോകത്തിനെയും ആഭരണമായി അടയാളമായി അണിഞ്ഞിരിക്കുന്ന ആ ശിവനാണ് ഈ ഭൂമി. ഗംഗാധരനാണ്. ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവെള്ളമാണ്, ഗഗനാമ്പു. ആ മഴയെ ധരിക്കുന്നത് ആരാണ്? അത് ശിവനാണ്. വ്യോമകേശനാണ്. മേഘങ്ങളെ മുടിയായി ജടയായി ധരിച്ചിരിക്കുന്നത് ആരാണ്? അത് ശിവനാണ്. ശ്മശാനദശനാണ്, ഈ ഭൂമിയാണ്. ദിഗംബരനാണ്, ദിക്കുകളെ വസ്ത്രമായി ഉപയോഗിക്കുന്നവനാണ്. ആനന്ദ നടനമാടുന്നവനാണ്. പരബ്രഹ്മമായ സൂര്യന് ചുറ്റും ആനന്ദ നടനമാടുന്നതാണ് ഭൂമി. എവിടെയെങ്കിലും നിൽക്കുവാണോ ഒരു 2 പ്രദക്ഷിണം വെച്ചിട്ട് നമ്മളെ പോലെ? അല്ല, സദാ ആനന്ദ നടനമാടുന്നതാണ് ഭൂമി. നടരാജനാണ് ഭൂമി.
പാർവതിയെ ജലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരബ്രഹ്മത്തിനു ചുറ്റും ആനന്ദ നടനമാടുന്ന ചന്ദ്രനാഥനാണ് ഭൂമി. ഋഷഭവാഹനനാണ് ഭൂമി. ഈ ഭൂമിയിലെ ജീവഗോളമായിരിക്കുന്ന ഈ ഭൂമിയിലെ ബേസായിരിക്കുന്ന ബീജം എന്ന് പറയുന്നത് കാളയുടേതാണ്. കാളയുടെ പുറത്താണ് ബീജഗോളമായ ജീവഗോളമായിട്ടുള്ള ഭൂമി സഞ്ചരിക്കുന്നത്. ബീജഗോളമായ ജീവധാനിയായിരിക്കുന്ന ജീവൻ്റെ രഥമായിരിക്കുന്ന ഈ ഭൂമി സഞ്ചരിക്കുന്നത് കാളയുടെ പുറത്താണ്, ഋഷഭത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഗോമാതാവിന് ഗോക്കൾ എന്ന് പറയുന്നത്. ജീവനെ ജനിപ്പിക്കുന്നത്, കാലത്തെ ജനിപ്പിക്കുന്നതാക്കിയാൽ ഗോമാതാവ് ഗോക്കൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഋഷഭത്തിൻ്റെ മാതാവായിരിക്കുന്ന ഗോക്കളെ ഗോമാതാവ് എന്ന് പറയുന്നത്. അതല്ലാതെ അന്ധവിശ്വാസം കൊണ്ടല്ല ഇതെല്ലാം പറയുന്നത്. ഇപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ ഈ ഗംഗാധരനാണ്, വ്യോമകേശനാണ്, ചന്ദ്രനാഥനാണ്, ജീവനെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നവനാണ്, അർദ്ധനാരീശ്വരനാണ്, നാരത്തെ അർദ്ധഭാഗമായി ചേർത്ത് വെച്ചിരിക്കുന്നവനാണ്, സദാ ആനന്ദ നടനമാടുന്നവനാണ്. അതാണ് ഭൂമി, അതാണ് ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ഒരു കണമാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ മണ്ണും ജലവും ചേർന്നതാണ്. ആ മണ്ണും ജലവും ചേർന്ന പ്രോട്ടോണിൻ്റെ മണ്ണ് എന്ന് പറയുന്ന കണ്ടൻ്റാണ് ശിവൻ. ജലമാണ് പാർവതി. മണ്ണും ജലവും ചേരുമ്പോഴാണ് മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ. മണ്ണ് ജലം വായു അഗ്നി ആകാശം സമം പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പരമശിവം. പരമശിവനായിരിക്കുന്ന ഭൂമി 5 ഭൂതങ്ങളാൽ പഞ്ചബന്ധുവായിരിക്കുന്നവൻ, പഞ്ചബാഹുവായിരിക്കുന്നവൻ ശിവൻ. അതാണ്. ഈ വസ്തുതകളാണ് നമ്മളെ മറച്ചു വെച്ചിരിക്കുന്നത്. ഈ വസ്തുതകളാണ് നമ്മൾ അറിയേണ്ടത്. ഈ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന ഈ ശിവത്വമുള്ള ദേഹം ആ മഹാദേവൻ്റേതാണ്. അതാണ് നമ്മൾ മറന്നുപോയിരിക്കുന്നത്. മഹാദേവൻ്റെ ഏറ്റവും വലിയ വഴിപാട് എന്താണ്? ജലധാരയാണ്. ജലം പാർവതിയാണ്. ആ ഓവുചാൽ മുറിച്ച് കിടക്കാത്തത് എന്താണ്? ജീവനെ പർവ്വതീകരിക്കുവാനായിട്ട് ആ പാർവതി ശിവനിൽ നിന്നും ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ആ ഓവുചാൽ, പാർവതി ഒഴുകുന്ന ആ ഓവുചാൽ നമ്മൾ മുറിച്ച് കിടക്കരുത് എന്ന് പറയുന്നത്. ആ പാർവതിയാണ് മാളികപ്പുറത്തമ്മ. ആ ശബരിപീഠത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ മാളികപ്പുറത്തമ്മ ഈ ശ്രീ പാർവതിയാണ്. ഈ ജലമാണ്, പരിശുദ്ധമായിരിക്കുന്ന ജലമാണ്. ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ജലമാണ് എന്നറിയുക. ശബരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശബരനാണ് ശബ്ദത്തെ ജനിപ്പിക്കുവാൻ. അത് ശിവൻ ഊമയാണ്. ഊമയായിരിക്കുന്ന ശിവനെ ഓമെന്ന് പറയിക്കുന്നവൾ നമ. സർവനാമവും നമയുടേതാണ്, പാർവതിയുടേതാണ്. നമ്മളെല്ലാം ജലത്തിൻ്റെ മായ മാത്രമാകുന്നു. എൻ്റെ നാവിൽ നിന്നും ഈ ജലം വറ്റിയാലോ എൻ്റെ ശബ്ദവും നിലയ്ക്കും. ശബ്ദം ശബരത്താലാകുന്നു. ശബരത്തെ ജനിപ്പിക്കുന്ന ബദരീനാഥനാണ് വിഷ്ണു. ആ വൃക്ഷലോകത്തിൻ്റെ വൈഭവമാണ് നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നത്. നാരത്താൽ പ്രേമരൂപേണ അയനം ചെയ്യിച്ച് ജീവലോകത്തെ ചമയ്ക്കുന്നവനാണ് വിഷ്ണു. അത്രയും വൈഭവമാണ്. വൈകുണ്ഠലോകം എന്ന് പറഞ്ഞാൽ ജന്തുലോകത്തിൻ്റെ കുണ്ഠിതത്തെ മായ്ക്കുന്ന ലോകമാണ്, സസ്യപ്രകൃതിയാണ്. ആ പ്ലാന്റിൻ്റെ പ്ലാനാണ് സർവ്വതും. ഈ രഹസ്യങ്ങളെല്ലാമാണ് നമ്മൾ അറിയേണ്ടത്. അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ കണ്ണുമടച്ച് മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയിരിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്. പ്രണവവേദം എന്ന് പറയുന്ന വേദമാണ് നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടു പോയത്. ആ വേദത്തിലേക്ക് എത്തുമ്പോൾ ഇത് സർവ്വതും ഓപ്പണാവും. അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്നത് ആണ് അടുത്ത ദേവതാസങ്കല്പം.